ചേട്ടനാരാ? ഞാൻ ഈ വസ്ത്ര അലങ്കോലകൻ. അലങ്കോലകനാ? മറ്റേ ഈ ഡ്രസ്സൊക്കെ വേണ്ടവർക്ക് കൊണ്ടേ കൊടുക്കൂലേ? ആ വെള്ളിയാഴ്ച വരുന്ന അണ്ണാച്ചി. ഞാൻ നോക്കിയിരിക്കായിരുന്നു. എന്റെ അമ്മച്ചി അണ്ണാച്ചി അല്ലാന്ന്. അതായത് മറ്റേ ഈ നടന്മാർക്കൊക്കെ ഇങ്ങനെ ഡ്രസ്സ് കൊടുക്കൂലേ? ഓ ചേട്ടൻ ഇവിടുത്തെ കോസ്റ്റ്യൂമർ ആണോ? ഞാനാണ് ഇവിടുത്തെ കോസ്റ്റ്യൂമർ. അതിന് വസ്ത്ര അലങ്കാരകൻ എന്നാണ് പറയുന്നത് കേട്ടോ. വസ്ത്രാലങ്കാരൻ അല്ലേ? അതെ അങ്ങനെ മലയാളത്തിൽ അങ്ങനെ പറഞ്ഞേ. ഞാനാണ് വസ്ത്രാലങ്കാരൻ. എന്റെ പേര് പാവാട ബിജു. ഈ പാവാട ബിജു. ഓക്കെ. അപ്പൊ സിനിമയൊക്കെ ആയിട്ട് നല്ല ബന്ധമുള്ള ആളായിരിക്കും. സിനിമയായിട്ട് എനിക്ക് നല്ല ബന്ധാ, ഭയങ്കര ബന്ധം എനിക്ക്. പാവാട എന്നുള്ള സിനിമയിൽ കോസ്റ്റ്യൂം ചെയ്ത ചേട്ടനാണോ? അതിനകത്ത് ഞാനല്ല കോസ്റ്റ്യൂം ചെയ്തത്. അല്ല പിന്നെ ഈ പാവാട ബിജു എന്നുള്ള പേര് എനിക്ക് ലേശം ഭ്രാന്തൊക്കെ ഉണ്ട്. ലേശം ഒന്നും അല്ല, അത് കണ്ടാ അറിയാം. നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഭ്രാന്തല്ല, എനിക്ക് സിനിമയോടുള്ള താല്പര്യം കൊണ്ട് സിനിമയുടെ ചെറിയ ഭ്രാന്തും വട്ടൊക്കെ ഉണ്ട്. അതായത് ഞാൻ എല്ലാ ലൊക്കേഷനിലും പോയിട്ട് ചാൻസ് ചോദിക്കും. ഈ ചാൻസ് ചോദിക്കുമ്പോഴത്തേക്കും തരില്ല, ആരും തരില്ല. പക്ഷെ എന്നെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാട്ടോ. ഞാനിങ്ങ് പോയി കഴിയുമ്പോൾ അവര് പറയും, എടാ ബിജു പാവാടാ, ബിജു പാവാടാ. അങ്ങനെ പാവാടാ എന്ന് പറഞ്ഞ് എല്ലാ ലൊക്കേഷനും പറഞ്ഞു ഇപ്പൊ എനിക്ക് പാവാട ബിജു എന്ന് പേരായി. ഞാൻ പാവാട ബിജു ആയത്. അല്ലാണ്ട് സിനിമയായിട്ട് വേറെ ബന്ധമൊന്നുമില്ല. സിനിമയായിട്ട് ഞാൻ ചെറുതായിട്ട് ഞാൻ സിനിമയ്ക്ക് കഥയൊക്കെ എഴുതും. ആണോ? പിന്നെ എങ്ങനെ ഈ ചെറുതായിട്ട് കഥ എഴുതാന്ന് വെച്ചാ? ചെറിയായിട്ട് കഥ എഴുതാന്ന് വെച്ചാൽ സാധാരണ സിനിമാക്കാരൊക്കെ 100 പേജിൽ എഴുതുന്ന കഥയാണല്ലോ. ഞാൻ കുനാന്ന് 2 പേജിൽ എഴുതി ഞാൻ കൊടുക്കും. അങ്ങനെ ഞാൻ ചെറുതായിട്ട് കഥയൊക്കെ എഴുതും. അല്ല ഈ ചെറുതായിട്ട് കഥ എഴുതിട്ട് എന്തെങ്കിലും ഗുണമുണ്ടോ? പിന്നെ ഗുണമുണ്ടോ? വീട്ടിലിരിക്കുമല്ലേ, എത്തോരം കഥയെ വീട്ടിലിരിക്കണം അറിയാമോ? നല്ല കഥയാണോ? പിന്നല്ലേ. ഞാൻ ഈ അടുത്ത കാലത്ത് എൻ്റെ ഒരു സുഹൃത്തിന് ഞാൻ ഈ കഥ വായിച്ചു കൊടുത്തപ്പോൾ ആ പുള്ളി എന്നോട് പറയാ, ബാഹുബലി 3 എടുക്കാൻ പാകത്തിന് ഉണ്ടട്ടോ ഈ കഥ. ശരിക്കും? പിന്നെ ഞാൻ എന്നിട്ട് ഇവിടുത്തെ പള്ളിക്കാരുമായി ബന്ധപ്പെട്ടിട്ട് ഞാൻ അപ്പുറത്ത് കണക്ട് ചെയ്തിട്ടുണ്ട്. അല്ല ഈ പള്ളിക്കാര് സിനിമയായിട്ട് എന്താ ബന്ധം? അതെ, ഈ പള്ളിയിൽ ഈ എൻ്റെ വീടിൻ്റെ അടുത്തുള്ള പള്ളിയിലെ ഒരു മൗലവിയോട് ഞാൻ പറഞ്ഞു ഈ കഥ. അപ്പൊ പറഞ്ഞു രാജമൗലവി ആയിട്ട് ഇത് കണക്ട് ചെയ്തിട്ട് 3 എടുക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ എന്റെ പൊന്ന് ചേട്ടാ, രാജമൗലവി അല്ല, രാജമൗലിയാണ് ബാഹുബലി സംവിധാനം ചെയ്തത്. ഈ മൗലവി പറഞ്ഞില്ല അത് റെഡിയാക്കി തരാന്ന്. അല്ല എന്താ ചേട്ടന്റെ കഥയുടെ പേര്? എന്റെ സിനിമയുടെ പേര് ഇച്ചിരി സ്റ്റാൻഡേർഡാ, പിച്ചച്ചട്ടി. ആത്മകഥയാണോ? അതെങ്ങനെ മനസ്സിലായി? അല്ല പേര് കേട്ടപ്പോ തോന്നി. എല്ലാവരും എന്നോട് ഇങ്ങനെ ചോദിച്ചോന്ന് എനിക്കറിയാൻ പാടില്ല. എന്നാ പിന്നെ ഇങ്ങനെ ഒരു കഥ ഉണ്ടെന്ന് പത്രത്തിൽ കൊടുക്കാൻ മേലായിരുന്നോ? ഇത് തന്നെ വർത്താനം പറഞ്ഞ എന്റെ കഥ ഞാൻ പത്രത്തിനകത്ത് കൊടുത്തു, ഞാൻ തിയേറ്ററിൽ പടം കാണാൻ ആള് വരും. അങ്ങനെ കൊടുക്കണ കാര്യമല്ല ഞാൻ പറഞ്ഞത്. ഇങ്ങനെ നല്ലൊരു തിരക്കഥയുണ്ട്, വേണ്ട പ്രൊഡ്യൂസേഴ്സ് സമീപിക്കാന്നൊക്കെ പറഞ്ഞിട്ട് ഒരു പരസ്യം കൊടുക്കാറുന്നില്ലേ? അങ്ങനെ കൊടുത്തോ? ഞാൻ കൊടുത്തു. ശരിക്കും? പിച്ചച്ചട്ടി എടുക്കാൻ താല്പര്യമുള്ളവർ ഈ നമ്പറിൽ ബന്ധപ്പെടുക. ഒരു മനുഷ്യനൊന്ന് വിളിച്ചു ചോദിക്കണ്ടേ? ചോദിക്കില്ലെന്നേ, കലാബോധമില്ലാത്ത ആളുകളുണ്ട് ഇങ്ങനെ. ശരി, ആ പണിക്ക് നിങ്ങൾ തന്നെ പറ്റിയത്. പിന്നെ ഞാൻ ഇവിടെ വന്നതേ വേറെ കുഴപ്പമില്ലല്ലോ അല്ലേ? ഇല്ല, പല്ല് നമുക്ക് കഴിയുമ്പോ പറിക്കാലോ. കുരുങ്ങണാരി കുരുങ്ങി പോയി. അത് ഞാൻ വന്നതേ അടുത്ത മാസം എന്റെ വീടിന്റെ അടുത്ത് ഒന്ന് വരണം. ഞാനോ? വരണം. അത് എന്റെ ഒരു പുതിയ ടെക്സ്റ്റൈൽസ് ഉദ്ഘാടനം ചെയ്യാനായിട്ടാ. ടെക്സ്റ്റൈൽസ് ഇനാഗുറേഷൻ. കുഴപ്പമില്ല, ഞാൻ ചെയ്യാറുണ്ട്. മഞ്ജു വാര്യർ ചേച്ചിനെ കൊണ്ട് ഉദ്ഘാടനം ചെയ്യിപ്പിക്കാനേ ഇരുന്നത്. അപ്പൊ ഞാൻ പിന്നെ പറഞ്ഞു ചേച്ചി മതി എന്ന് പറഞ്ഞു. മഞ്ജു ചേച്ചി ചെയ്യാനിരുന്നതാണോ? അപ്പൊ മഞ്ജു ചേച്ചി വേണ്ടാന്ന് വെച്ചിട്ട് ഞാൻ മതി എന്ന് വിചാരിച്ചു. അപ്പൊ ഞാൻ ഷുവർ ആയിട്ടും വരും ചേട്ടാ, ഉറപ്പായിട്ട് ഞാൻ വരും. മഞ്ജു ചേച്ചി പിന്നെ വേണ്ടാന്ന് വെച്ചതല്ല, ഞാൻ ഒരു കൂട്ടുകാരനായിട്ട് ഞാൻ ഡിസ്കസ് ചെയ്തപ്പോൾ കൂട്ടുകാരൻ പറഞ്ഞാ മഞ്ജു വാര്യർക്കൊക്കെ ഒരുപാട് പൈസ കൊടുക്കണം. ഏതെങ്കിലും TV ചാനലിൽ ഇങ്ങനെ ആങ്കർ ചെയ്യുന്ന ചാൻസ് നടക്കുന്ന ചെറിയ ചെറിയ പിള്ളേരുണ്ടെങ്കിൽ അവരെ കൊണ്ട് വിളിക്കുകയാണെങ്കിൽ നിസ്സാര പണിക്ക് ഇത് കാര്യങ്ങൾ നടന്നു കിട്ടൂലോ എന്ന് അവൻ പറഞ്ഞുകൊണ്ട് ഞാൻ വിളിച്ചതാ. എന്തായാലും വരണം. ഹലോ, ഞാൻ ഒരു കാര്യം പറയാം. ഞാൻ ഈ ലൊട്ടിലൊടുക്ക് ടെക്സ്റ്റൈൽസുകളുടെ ഇനാഗുറേഷൻ ഒന്നും പോകാറില്ല, മനസ്സിലായോ? ലൊട്ടിലൊടുക്കോ? ലൊട്ടിലൊടുക്ക് കടയൊന്നുമല്ല കേട്ടോ, എന്റെ തറവാടിന്റെ പേരാ ഞാൻ എന്റെ ടെക്സ്റ്റൈൽസ് ഉണ്ടാണ്. എന്താണാവോ ആ തറവാടിന്റെ പേര്? തറവാടിന്റെ പേരാണ് പായ്ത്തറ. നന്നായി. ആ പേര് കടക്കിടുമ്പോ കട പൂട്ടുമ്പോ ആ പാ തന്നെ തറയിൽ വിരിച്ച് കിടക്കാലോ. അങ്ങനെ സംസാരിക്കില്ലേ? എനിക്ക് ഭയങ്കരമായിട്ടുള്ള എക്സ്പീരിയൻസ് ഉള്ള ആളാണ്. തന്നെയുമല്ല എനിക്ക് ഭയങ്കരമായിട്ട് ആത്മാർത്ഥതയുണ്ട്. അതുകൊണ്ട് എന്റെ കട പൂട്ടൂല. പക്ഷെ വേറൊരു കാര്യമുണ്ട്, ഇപ്പൊ ആത്മാർത്ഥത കൊണ്ട് ഒന്നും ഒരു വിലയില്ലെന്നേ. ആത്മാർത്ഥമായിട്ട് പണി ചെയ്താൽ എപ്പ പണി കിട്ടിയെന്ന് ചോദിച്ചാൽ മതി. ചേട്ടൻ അങ്ങനെ എന്തെങ്കിലും അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? അനുഭവങ്ങൾ ഉണ്ടായിരുന്നു. ഞാൻ ഈ കഴിഞ്ഞ നിങ്ങൾ കേൾക്കണം, കണ്ണു നിറഞ്ഞു. ഞാൻ എൻ്റെ ഒരു ചെറുപ്പക്കാരന് പുറകിൽ ഞാനിങ്ങനെ അവന് ഡ്രസ്സ് കഴിക്കാൻ കൊണ്ട് തന്നു. ഞാൻ നല്ല ശ്രീകൃഷ്ണൻ, ഓടക്കുഴല്, മയിൽപ്പീലി ഇത് ഞാൻ വരച്ചങ്ങോട്ട് കൊടുത്ത് വൈകുന്നേരം അങ്ങ് വന്നച്ചാൽ ഭിത്തിയിലൊക്കെ ചാരി അങ്ങ് നിർത്തിച്ചു. ഒച്ച കേൾക്കാൻ പോലും പറ്റാത്ത രീതിയിൽ എന്നെ ഇടിച്ചു കളഞ്ഞു. ഇടിച്ച് തമിഴ് പൊടിയാക്കി കളഞ്ഞു. അല്ല ഞാൻ പറയട്ടെ, ഇതിപ്പോ ഈ വിഷു സീസൺ ഒക്കെ ആയിട്ട് ഒരാൾക്ക് ഇത്രയും ഈ ശ്രീകൃഷ്ണന്റെ മയിൽപ്പീലി, അതും ഒരു ചെറുപ്പക്കാരന്
ചെയ്തു കൊടുക്കുമ്പോ അതിന് വന്ന് ഇടിക്കുന്നവൻ ഏത് വിവരം കേട്ട കോമാളിയാ? ഇവിടുത്തെ SI ആ SIയുടെ യൂണിഫോമിന്റെ പുറകിലാ ഓടക്കുഴലും മയിൽപ്പീലിയും ശ്രീകൃഷ്ണനെയും മറിച്ചു കൊടുത്ത്. അങ്ങനെ ഒരു ചെറിയ മിസ്റ്റേക്കാ പറ്റിയ. SI ആയതുകൊണ്ട് ചേട്ടനെ ഇങ്ങനെ കൊങ്ങയ്ക്ക് പിടിച്ച് മാത്രമല്ല, ഞാനാണെ കൊന്നേനെ അറിയോ? കൊല്ലാൻ പറ്റേ. ഹലോ, വർക്കില്ലേന്നോ? വർക്കുണ്ട്, വർക്കില്ല. ആ ഇല്ല കഴിയില്ല. അല്ല കഴിയില്ല എന്നാണോ കഴിവില്ല എന്നാണോ? കഴിവില്ലാന്ന്. കഴിയില്ല. ബെറ്ററെ പോടാവേ, ഞാൻ ബെറ്റം വിളിച്ചാൻ പറയും. എന്താ സംഭവം? എന്താ എന്റെ സംഭവം, ഞാൻ ഇതിന്റെ ഇടയ്ക്ക് ഞാനൊരു തെലുങ്ക് സിനിമയ്ക്ക് വേണ്ടി കോസ്റ്റ്യൂം ചെയ്യുന്നുണ്ട്. നിങ്ങൾ കേൾക്കണം, ഇടയ്ക്ക് ഞാൻ നിസ്സാരക്കാരനല്ല. ബാഹുബലിയുടെ 3 ചെയ്യുന്നു, ഇവിടെ കോസ്റ്റ്യൂം ചെയ്യുന്നു, തെലുങ്ക് പടത്തിന് ചെയ്യുന്നു, മൊത്തം ബിസിയാ. എന്നാലും ഞാൻ എല്ലായിടത്തും ഓടിയെത്തും. പക്ഷേ നായിക പറയുന്നു, നായിക അടിപൊളി ഡ്രസ്സ് ഞാൻ തയ്ച്ചു കൊടുത്തപ്പോൾ പറയുന്നു, ഇതിന് ഇറക്കം കൂടുതലാണ്, ഇതിന്റെ ഇറക്കം കുറച്ച് തന്നെ ഒന്ന്. അപ്പൊ ഞാൻ ഇറക്കം കുറച്ച് കൊടുത്തു, മാന്യമായിട്ട് ഞാൻ കുറച്ച് കൊടുത്തപ്പം ഡയറക്ടറൊക്കെ നടി പറയാണ്, ഇത് പോരാ, ഇനി ഇറക്കം കുറക്കണം. നടി അങ്ങനെ പറഞ്ഞു? നടിയാന്നേ പറയണം, അതാണ് എനിക്ക് സഹിക്കാൻ പറ്റാത്ത. ഞാൻ വീണ്ടും കുറച്ച് കൊടുത്തു. എന്നിട്ട് വീണ്ടും കൊണ്ട് കാണിച്ചു കഴിഞ്ഞപ്പം അവര് പറയും, ഇത് പോരാ, ഇനിയും കുറക്കണമെന്ന്. ഞാൻ ഒരു കാര്യം പറയട്ടെ, ചേട്ടനൊരു കോസ്റ്റ്യൂമർ ആണ്, അപ്പൊ അത് ഇടുന്ന ആളുകൾ പറയുന്ന അനുസരിച്ച് ചേട്ടൻ കുറച്ച് കൊടുത്താൽ പോരെ, എന്താ പ്രശ്നം? ഇത് ഞാൻ ഇനി ഇതിൽ കൂടുതൽ എന്തോരം കുറക്കണമെന്ന് നിങ്ങൾ പറ. ഇതൊന്നിട്ടേ. ഇത് തന്നെ ഞാൻ പറയണത്. എല്ലാവരും എന്റെ തലയിലേക്ക് വയ്ക്കും. ഒരു കോസ്റ്റ്യൂമർ വിഷമം നിങ്ങൾക്ക് മനസ്സിലാവില്ല. ഇങ്ങനെയാണ്.